അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഗണ്യമായി കുറഞ്ഞിട്ടും മാറ്റമില്ലാതെ തുടരുകയാണ് ഇപ്പോഴും രാജ്യത്തെ ഇന്ധന വില. വിപണി വിലയ്ക്കനുസരിച്ച് പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയിൽ എണ്ണ കമ്പനികൾക്ക് മാറ്റം വരുത്താം എന്ന നയം നിലനിൽക്കെയാണ് തീരുവ കൂട്ടി അധിക വരുമാനം നേടാൻ കേന്ദ്ര സർക്കാരിന്റെ നീക്കം എന്നാണ് പരാതി. ഇന്ധന വില വർധനവിനെ പറ്റിയുള്ള ചോദ്യങ്ങളിലെല്ലാം കേൾക്കുന്നതാണ് അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിലിന്റെ വില വർധനവിനെ പറ്റിയുള്ള മറുപടി. 2 മാസം മുൻപ് ബാരലിന് $85 ആയിരുന്ന ക്രൂഡ് ഓയിലിന്റെ ഇന്നത്തെ വില $64 അതായത് $21 കുറവ്. സാധാരണക്കാർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാവുന്ന ഈ മാറ്റം എണ്ണ കമ്പനികൾക്ക് കണ്ട ഭാവമില്ല. ക്രൂഡ് ഓയിലിന്റെ വില ഇടിഞ്ഞിട്ടും എക്സൈസ് തീരുവ കൂട്ടുന്നുവെന്ന കൗതുകമുള്ള അറിയിപ്പാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം കഴിഞ്ഞ ദിവസം എക്സിലൂടെ പങ്കുവച്ചത്. മുൻപ് പെട്രോൾ വില വർധനയെക്കുറിച്ച് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ പ്രതികരണത്തിന് സമാനം. അന്താരാഷ്ട്ര വിപണിയിൽ കുറയുമ്പോൾ ആ അന്താരാഷ്ട്ര വിപണിയിലെ കുറവിന്റെ ഒരംശമാണ് കൂട്ടുന്നത്. ആ അന്താരാഷ്ട്ര വിപണിയിൽ അത്രയും തന്നെ കൂട്ടുന്നില്ല. അന്താരാഷ്ട്ര വിപണിയിലെ വിലയ്ക്കനുസരിച്ച് ഇന്ത്യൻ വിപണിയിൽ പെട്രോൾ ഡീസൽ വിലയിലെ ക്രമീകരണം UPA സർക്കാരിന്റെ കാലത്ത് നടപ്പാക്കിയ രീതിയാണ്. കോവിഡ് ഉണ്ടാക്കിയ പ്രതിസന്ധി മുൻനിർത്തി എണ്ണ കമ്പനികൾ ഈ രീതി നിർത്തിയതോടെ തിരിച്ചടിയുണ്ടായത് സാധാരണക്കാർക്ക്. ക്രൂഡ് ഓയിൽ വില കുറഞ്ഞതിനെ തുടർന്ന് ഇന്ധനവില 10 രൂപയോളം കുറയ്ക്കാൻ സാഹചര്യമൊരുങ്ങിയപ്പോൾ എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ച് കേന്ദ്രം അതിന് തടയിട്ടു. എക്സൈസ് തീരുവ കൂട്ടിയും കുറച്ചും അസംസ്കൃത എണ്ണവിലയിടിവിന്റെ നേട്ടം സർക്കാരിലേക്ക് പോകുന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. 2 രൂപ വീതം തീരുവ വർദ്ധിപ്പിച്ചതോടെ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞതിന്റെ പേരിൽ ഉപഭോക്താക്കൾക്ക് ലഭിക്കേണ്ട വിലക്കുറവിലെ ആനുകൂല്യം ജനങ്ങൾക്ക് ലഭിക്കില്ല. ആനുകൂല്യം സാധാരണക്കാർക്ക് നൽകാതെ ചില്ലറ വിപണിയിൽ വിലവർദ്ധനവ് പ്രതിഫലിക്കില്ല എന്ന ന്യായം പറഞ്ഞാണ് കൊള്ള. ഭാവിയിൽ ക്രൂഡ് ഓയിൽ വില കൂടിയാൽ തീരുവ കുറച്ചില്ലെങ്കിൽ ബാധ്യത ജനത്തിനായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ പ്രൈസസ് ഇപ്പം നമ്മുടെ സർക്കാരും നമ്മുടെ ഓയിൽ കമ്പനീസാണല്ലോ പണം പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നു എന്ന് പറയുന്നത്. അവരെ ഒരു വിധത്തിലും സ്വാധീനിക്കുന്നില്ല. അതാണ് എൻ്റെ ഒരു റീഡിങ്. $85 ആയ സമയത്ത് പോലും ഇവിടെ പ്രൈസ് ചേഞ്ച് ഉണ്ടായില്ല. ഇന്നിപ്പോൾ $63 ആകുമ്പോൾ എന്താ പറ്റിയിരിക്കുന്നത്? എക്സൈസ് ഡ്യൂട്ടിയിൽ വ്യത്യാസങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കാര്യം അത് കാരണം സാധാരണക്കാരായ ജനങ്ങൾക്ക് വില കൂടില്ലെങ്കിലും ആ എക്സൈസ് ഡ്യൂട്ടി വിഹിതം മാറ്റിയിരുന്നെങ്കിൽ 2 രൂപയെങ്കിലും നമുക്ക് കുറവ് കിട്ടുമായിരുന്നു. പക്ഷെ അങ്ങനത്തെ ഒരു ചിന്താഗതിയിൽ നിന്ന് സർക്കാർ അങ്ങ് മാറിയിരിക്കുകയാണ്. ക്രൂഡ് ഓയിൽ വില ഏതാണ്ട് ഇതേ നിലയിൽ കുറഞ്ഞ 2020 71 രൂപയായിരുന്നു പെട്രോളിന്റെ വില. 2008 ഇതിനു മുൻപ് കുത്തനെയിടുന്ന ക്രൂഡ് ഓയിൽ വില $30 താഴെയായി. 2016 ബാരലിന് $43 ആയിരുന്നു വില. 2023-24 കാലത്തെ IOC, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം പോലുള്ള പൊതുമേഖല എണ്ണ കമ്പനികളുടെ ലാഭം 86,000 കോടി രൂപയാണ്. ഇന്ധന നികുതിയിലൂടെ ഇതേ വർഷം കേന്ദ്രത്തിന് ലഭിച്ചതാകട്ടെ 4.32 ലക്ഷം കോടി രൂപയും. കഴിഞ്ഞ വർഷം മാർച്ച് 14 ശേഷം ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില കുറഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം കണ്ടുവരുന്ന ഒരു പ്രതിഭാസമായി ഇന്ധനവില കുറവ് മാറിക്കഴിഞ്ഞു. ആനുകൂല്യങ്ങൾക്ക് അർഹതപ്പെട്ട സാധാരണക്കാരാണ് ഇതിലൂടെ വലയുന്നത്. കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ, 24.